ഇത് ഞാൻ ഒരു സഹകരണ ബാങ്കിൻ്റെ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഈ 5 വർഷത്തിനിടെ പല ക്രമവിരുദ്ധമായ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കുകയും ബന്ധപ്പെട്ടവരോട് ഈ കാര്യം നേരിട്ടും രേഖാമൂലവും അറിയിക്കുകയും ചെയ്തു. ആദ്യം എൻ്റെ പാർട്ടി നേതൃത്വത്തിനാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ നാളിതുവരെ പാർട്ടി നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടാനോ ഈ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ വീണ്ടും ഇതേ ബാങ്കിൻ്റെ സാന്നിധ്യം ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നപ്പോഴാണ് പൊതുപ്രവർത്തകർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സാമ്പത്തിക അച്ചടക്കമാണെന്നുള്ള ആ കാര്യത്തിൽ വെള്ളം ചേർത്തപ്പോഴാണ് ഞാൻ ഈ പ്രതിഷേധവുമായി ജനങ്ങളിൽ മുന്നിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പരാതി അയച്ചപ്പോൾ അതിനൊരു മറുപടി തരാൻ പോലും അവർ തയ്യാറാവാത്തതിൽ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബാങ്ക് ഡയറക്ടറായ ഞാൻ ഇന്ന് ഇവിടെ ഈ AR ഓഫീസിൻ്റെ മുന്നിൽ വന്ന് ഈ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. പലതരത്തിൽ, അതായത് നിയമപരമായി അല്ലാത്ത സഹകരണ ചട്ടങ്ങളെ പാടെ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരാമത്ത് പണി AR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയില്ലാതെ മരാമത്ത് പണി അവിടെ നടത്തി ആ പണി തീരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുഴുവൻ തുകയും നൽകിയതും, ഒരു സ്വകാര്യ ബാങ്കിന് 25 ലക്ഷം രൂപ ബാങ്കിലേക്ക് അടച്ച് ആ പൈസ നഷ്ടപ്പെട്ടതിൻ്റെ മുകളിലുള്ള നടപടികൾ, അങ്ങനെ ഓവർ വാല്യുവേഷൻ നടത്തി അനവധി ലോണുകൾ നൽകിയത്, ഒരു സ്ത്രീ അവരുടെ കൃത്യമായ അറിവില്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ആ സ്ത്രീയുടെ വസ്തു പണയപ്പെടുത്തി 40 ലക്ഷം രൂപ എടുക്കുകയും 2021 ഇപ്പോൾ അത് 50 ലക്ഷം രൂപയെ അധികരിച്ച് ആ സ്ത്രീയെ ഇവർ സമീപിച്ച് ബാങ്കിൻ്റെ ജീവനക്കാർ സമീപിക്കുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ നിലവിലുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം 100 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് ആ ബാങ്ക്. പാവപ്പെട്ട കുറേ ആൾക്കാരും തൊഴിലാളികളും അടക്കമുള്ള ആൾക്കാരുടെ ചോരയും വേർപ്പുമാണ് ആ ബാങ്കിൻ്റെ ഇന്നത്തെ അഭിവൃദ്ധിക്ക് കാരണം. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ ആ ഭരണസമിതിയിലെ ചിലർ അത് ഒരു ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട് ചില നേതാക്കന്മാരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായി അതിലെ ക്രമവിരുദ്ധമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ പ്രതിഷേധം ഇവിടെ ചെയ്തത്. ഭരണസമിതിയിലെ ചില ആൾക്കാർ, മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇത് നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വ്യക്തിപരമായി ഞാൻ പേരെടുത്ത് പറയാത്തത് അത് നിങ്ങളുടെ അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാവും. നാളുകളിൽ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വീണ്ടും പൂർണ്ണമായും വരും. അത് മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കന്മാരുടെ സാമ്പത്തിക അച്ചടക്ക ലംഘനങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരും ദിനങ്ങളിൽ ഞാൻ കൃത്യമായി അന്വേഷണം നടത്തി സമൂഹത്തിന് മുന്നാകെ കൊണ്ടുവരാനുള്ള ഒരു ഫോറം, സേവ് ഹോസ്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഫോറം എന്നൊരു ഫോറം കൂടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ. തീർച്ചയായും അതെ, ഇന്ന് ഈ വിവരങ്ങൾ, ഈ പ്രതിഷേധത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട മന്ത്രി അടക്കം ബന്ധപ്പെട്ട് ഈ പരാതി സമർപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.